ബ്രിഡ്ജിന്റെ സൈഡിൽ താഴെ വലിയ ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിന്റെ പേരാണ് മല്ലിക് ഘട്ട് ഫ്ലവർ മാർക്കറ്റ്. ഈ മാർക്കറ്റ് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫ്ലവർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് 1855 തുടങ്ങിയതാണ്. ഇന്ത്യയുടെ പല പല ഭാഗത്തേക്ക് ഇവിടുന്ന് പൂക്കൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കണക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഏകദേശം 1 കോടിയുടെ മേലെ കച്ചവടം ഒരു ദിവസം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഈ പൂക്കൾ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സ്, അല്ലെങ്കിൽ ഹോട്ടലിൽ എന്തെങ്കിലും ഡെക്കറേഷൻ, പിന്നെ അമ്പലത്തിലേക്ക് ഈ ചെമ്പരത്തി എല്ലാം അമ്പലത്തിൽ ഏറ്റവും വിശിഷ്ടമായ പൂവാണ്. നമ്മൾ ഇവിടുത്തെ കൽക്കട്ടയിലെ അമ്പലത്തിൽ മെയിൻ ആയിട്ട് വരുന്ന പൂ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിന്റെ മുട്ടിന്റെ മാല, അല്ലാണ്ട് വിരിഞ്ഞ ചെമ്പരത്തിയാണ്. അങ്ങനെ പല പല ഇതാണ്. ഇത് മറ്റേ സുരാജിന്റെ പടിയാണ്. കോയിക്ക് കളറടിക്കുന്ന കുറേ പൂവുണ്ട് കേട്ടോ അവിടെ. മെയിനുള്ള ചെമ്പരത്തിയാണ്. കുറെ ചെമ്പരത്തി ഞാൻ കണ്ടു. പിന്നെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൂരത്തിനുള്ള ഒരു പൂവുണ്ട്, അതുണ്ട്. ഭയങ്കര രസമാണ്. കുറേ നല്ല പൂ. പിന്നെ കുറേ തട്ടിപ്പെന്ന് വെച്ചാൽ വെള്ള പൂവിന് കളർ അടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണം ആ കളർ ഞാൻ അടിച്ചു തരാത്തുള്ള ഒരു എല്ലാ കളേഴ്സും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നല്ല മണം. ആ ഒരു നമ്മൾ കോളേജിലെ ഓണത്തിൻ്റെ ഉള്ള ഒരു മണം ഉണ്ടാവില്ലേ, ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പൂവെല്ലാം കൊല്ലുന്നത്, ആ ഒരു മണം നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ മാർക്കറ്റ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടാകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഭയങ്കര ബഹളാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഒച്ചപ്പാടും ബഹളാണ്. ഇവർ ബംഗാളി ഭാഷയിൽ ഇങ്ങനെ കലവിലയാന്ന് നടന്നത്. മാർക്കറ്റ് പൊതുവെ അങ്ങനെയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു പൂ മാർക്കറ്റിലേക്ക് വരുന്നത്. ഞാനിങ്ങനെ കുറേ പൂക്കൾ ഇങ്ങനെ പൂ വെക്കുന്ന നിരക്കനെ വെക്കുന്നത് നമ്മളെ ഓണത്തിനെല്ലാം കുഞ്ഞു കുഞ്ഞുണ്ട്. പക്ഷെ ഇത്രയും അധികം പൂക്കൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചേ കാണുന്നുണ്ടോ. വേറൊരു സെക്ഷനും കൂടി ഉണ്ട് കുറച്ച് ഉള്ളിലേക്ക്, ഇങ്ങനെ ടർപ്പായി ഇട്ടിട്ട് ഇൻഡോർ എന്നെല്ലാം പറയുന്നത്, ഇൻഡോർ ചന്ത എന്നെല്ലാം പറയുന്നത്, അങ്ങനത്തെ സെറ്റപ്പ് ഉള്ളതുണ്ട്. അതുകൊണ്ട് പിന്നെ പുറത്തിങ്ങനെ തുറന്നിട്ട് വിൽക്കുന്നതും ഉണ്ട്. ഈ ഫ്ലവർ മാർക്കറ്റ് ഫുൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ഹൂഗ്ലി നദിയുടെ തീരത്തേക്കാണ്. അവിടെ നമുക്ക് ഹൗറ ബ്രിഡ്ജ് അല്ലെങ്കിൽ വൃത്തിക്ക് കാണും. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയാണ്, ഈ മാർക്കറ്റിന്റെ ഇടയിൽ കൂടി പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു സൈഡ് കുറേ പേര് ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ സൈഡ് ഫോട്ടോഷൂട്ട്, കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് അവരെ കുളി ആ പരിപാടിയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വെള്ളം അത്ര ശുദ്ധമായിട്ട് തോന്നില്ല, കുറച്ചൊരു ഫൗൾ സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ടായിന്. പക്ഷെ ആൾക്കാർ കുളിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഫോട്ടോഷൂട്ട്, മറ്റേ കപ്പിൾസ് ഫോട്ടോഷൂട്ട്, മാരീഡ് കപ്പിളിൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നുണ്ടായിന്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വൈഡായിട്ട് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ കാണാനും പറ്റുന്നുണ്ട്. പണ്ട് സ്കൂളിൽ നമ്മൾ പഠിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പം അങ്ങനെ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവമാണ് ഈ ഹൗറ ബ്രിഡ്ജും ഹൂഗ്ലി നദി, കൽക്കട്ട മീൻസ് അങ്ങനത്തെ കൽക്കട്ടയിലെ കുറച്ച് കാര്യങ്ങളെല്ലാം. അപ്പൊ അതെല്ലാം ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഇതാ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ബുക്കിൽ കണ്ട സംഭവം നമ്മളിപ്പോ നേരിട്ട് കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ ഒരു ഫ്ലവർ മാർക്കറ്റില് പിന്നെ ഹൗറ ബ്രിഡ്ജിലെല്ലാം നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ ജസ്റ്റ് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മ ഇങ്ങനെ വെറുതെ അവിടെ കുറച്ച് ചില്ല് ചെയ്ത്. അപ്പൊ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ തിരക്കിട്ട ഒരു പണിക്ക് പോവാണ്. അപ്പൊ നമ്മാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കുറച്ച് ടയേർഡായി. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കണ്ടു. നമ്മൾ ഹൗറ ബ്രിഡ്ജിൽ പോയിട്ട് നേരത്തെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം കടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായി. എന്താ അറിയില്ല, കുറേ സമയം വെയിലുണ്ടോണ്ടോ അറിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡ്രസ്സപ്പ് സാരിയിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇത് റീലെടുക്കാൻ ഉദ്ദേശമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അപ്പം അതിന് മുന്നേ എന്തെങ്കിലും തിന്നണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊൽക്കത്തയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പോവാം.
ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. അപ്പൊ ഇവിടെ ചിക്കന്റെ പീസിന്റെ ഒക്കെ വേറൊരു സാധനം കൂടി ഉണ്ട്, വലിയൊരു ഉരുളക്കിഴങ്ങിന്റെ പീസ്. ഇത് എന്താണ് അവർ ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നുവെച്ചാൽ സാധാ പ്ലെയിൻ ഉരുളക്കിഴങ്ങ്, ഇങ്ങനെ മസാലയിൽ എന്തെങ്കിലും ചെയ്ത ഉരുളക്കിഴങ്ങ് അങ്ങനെയൊന്നുമല്ല. സാധാ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചിക്കന്റെ പീസും. മസാല ഇല്ല അല്ലേ? ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ പോയിന്. പക്ഷെ ഞാൻ അവിടുന്ന് വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മ എടുത്തിട്ട് പിന്നെ ബസ്സൊക്കെ കയറി തൂങ്ങി പിടിച്ച് ഞങ്ങൾ വീണ്ടും ഹൗറ ബ്രിഡ്ജിൽ വന്നു സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിട്ട്. കൊറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ലേ? ബ്ലാക്ക് എടുത്തോ? നമ്മളെ റൂം മാർക്കറ്റിന്റെ നടക്കാന്നെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ഐശ്വര്യമായിട്ട് ഷോപ്പിംഗ് തുടങ്ങി. നല്ല ചെറിയ റേറ്റിന് നല്ല നല്ല ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇതാവും ഫുൾ ഭാരി കൂട്ടിയില്. കൽക്കട്ടയിൽ അപ്പം വരുമ്പോൾ വേറെ ഒന്നും തിന്നിട്ടെങ്കിലും കട്ടി റോള് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് പണ്ടേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, അവർ പറഞ്ഞ് അവരാണ് ഈ ഒരു ഡിഷ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ കഴിച്ചത് ഈ ഒരു സ്വീറ്റ് ഐറ്റം. പക്ഷേ ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ പ്ലീസ് കമൻറ്റ് വരും. ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത് നമ്മളെ പോകുന്നതിന്റെ പലേസ് ഉള്ളത്, അതായത് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, 4th ഡേ ആണ് കൊൽക്കത്തയിലുള്ള. അപ്പോ ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്, കാളി ക്ഷേത്രം, ദക്ഷിണേശ്വരി കാളി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ മെട്രോ എടുത്തിട്ട് നമ്മൾ പോവാം. പിന്നെ നമുക്ക് പ്ലാനറ്റോറിയം പോണം, അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇന്നും കൂടി ഉള്ളൂ, നാളെ നമ്മൾ നാട്ടില് പോവാണ്, തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. വാട്ട് ഐ ഈറ്റ് ഇൻ കൽക്കട്ട എടുക്കണം, സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ വൃത്തി ഇല്ലായ്മയാണ് മെയിൻ റീസൺ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറേ റീൽസ് എല്ലാം കണ്ടിട്ടുണ്ട്, കുറേ നല്ല സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട്, കാരണം എനിക്കിങ്ങനെ ചെറിയ ഇത് വരുമ്പോൾ തന്നെ വയറെല്ലാം അപ്സെറ്റ് ആവുന്നൊരു വയറാണ് എൻ്റെത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ കുറേ ഇങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഷോപ്പിൽ നിന്നുള്ള നല്ല സ്വീറ്റ്സ് കഴിച്ചില്ല. അത് കഴിച്ചിട്ട് തന്നെ എനിക്ക് വയറിന് ചെറിയ സീനായിന്. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാത്തത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോലെ ഭട്ടൂര് എന്തെന്നാ മറ്റേ കച്ചോരി നല്ലതാണെന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചായ, ഫ്ലേവേർഡ് ആയിട്ടുള്ള ചായ, അങ്ങനെ കുറച്ച് ഓപ്ഷൻ, രസഗുള, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. മെട്രോയുടെ നടുറോട്ട് ചെന്നിട്ട് പാലത്തിൽ എന്താ പറയുക, പാലത്തിൽ നിർത്തി എന്തായാലും അറിയില്ല, ഇങ്ങനില്ല സംതിങ്. അതിൻ്റെ ഒരു കൊറ്റ പാഞ്ഞു പോയിട്ട് വേറെ ഏതോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അതല്ല, ബാംഗ്ലൂർ വരെയുള്ള അറിഞ്ഞാൽ 2-3 വട്ടം പറയുന്നത് ഇതാണ് സ്റ്റേഷൻ്റെ പേര്. അത് കേട്ടിട്ട് വരെ എന്തായാലും തന്നെ ചെന്നി പഠിച്ചോട്ടോ. സ്വയം ബുദ്ധിമാനെന്ന് അഭിമാനിക്കുന്ന ആൾക്കെന്താ പറയാനുണ്ടോ? ഞാൻ പറയുന്നത് അത്ര കേൾക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല. പക്ഷെ ഇതാണ് സത്യം. ഇതിനിപ്പോൾ അടുത്ത ട്രെയിന് കയറിയിട്ട് വന്നിട്ട് ആടെ ഒരു അമ്മച്ചിണ്ട്, രാമതി വെച്ചിട്ടുണ്ടാവും. ഇത് ടാങ്ക് സ്റ്റേഷൻ അങ്ങനെ മാറി മാറി ട്രെയിൻ കയറി ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്താണോ
ഇവിടെ അമ്പലത്തിന്റെ അകത്തുണ്ട്, പക്ഷെ ഇവിടെ ഫോണ്, പിന്നെ മൊബൈല്, ഫോണ്, ക്യാമറ ഇതൊന്നും ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങളിൽ ബാഗെല്ലാം കൊണ്ട് അകത്ത് കയറുന്നില്ല. ഞാൻ മാത്രം അകത്തേക്ക് കയറിയിട്ട് തൊഴുതിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം അനൗൺസ് ചെയ്യുന്നില്ല, അതന്നെയാണ് സംഭവം. ഞാൻ അമ്പലത്തിൽ നിന്ന് വേഗം ഇറങ്ങി, വേറെന്തല്ല അതിൻ്റെ അകത്ത് പിന്നെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതാണ് ആ മെയിൻ അമ്പലം, അമ്പലത്തിൻ്റെ ഗോപുരം മുകളിൽ കാണുന്നത്. ഇതിൻ്റെ അകത്താണ് മെയിൻ പ്രതിഷ്ഠ, കാളിദേവിയുടെ പ്രതിഷ്ഠയില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല, മീൻസ് ഭയങ്കര ലോങ് ക്യൂ. അപ്പോൾ അതവിടെ വെയിറ്റ് ചെയ്താൽ ആദർശ് പുറത്തൊറ്റക്കല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. ഭയങ്കര ആളുള്ളിൽ. പിന്നെ ഇവിടുത്തെ മെയിൻ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ളൊരു റെഡ് മയമാണ്, റെഡും വൈറ്റും ആണ്. നമ്മളെ നാട് സെറ്റ് സാരി പോലെ ഇവിടുത്തെ മെയിൻ കളർ റെഡും വൈറ്റും ആണ്. ഇവിടുത്തെ മെയിൻ കളർ എന്ന് പറയുന്നത് റെഡും വൈറ്റും. കണ്ടതേ സാരി കണ്ടോ, ഇതാണ് കൊൽക്കത്തേൻ്റെ മെയിൻ നമുക്ക് സെറ്റ് സാരി പോലെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു റെഡ് കളറിലാന്ന് വന്നിട്ടില്ല, റെഡ് സാരി ഉടുത്തിട്ട് അല്ലെങ്കിൽ റെഡ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് വന്നിട്ടില്ല. ഞാൻ ബ്ലൂ ആയിപ്പോയി. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ ലേക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ലേക്കല്ല നദി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഏത് നദിന്ന് ഞാൻ കാണിച്ചു തരാം അടുത്തിട്ട്, എനിക്ക് അറിയുന്നോ നോക്കാം. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആയത്. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഇതെല്ലാം ഈ കാണുന്ന ഓരോ ഗോപുരത്തിൽ ഇവിടെ ഉള്ളത് ശിവലിംഗമാണ്. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ബിർള പ്ലാനറ്റോറിയത്തിലേക്കാണ്. അത്രയും സമയം ചൂടും വെയിലെല്ലാം കൊണ്ടിട്ട് ആ AC റൂമിലേക്ക് എന്തൊരു സുഖം അറിയോ. മിക്കവാറും ഞങ്ങൾ ഉറങ്ങും, ഫുള്ള് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ല ഉറക്കമായിരിക്കും മിക്കവാറും. ഇപ്പോൾ ബിർള പ്ലാനറ്റോറിയത്തിൻ്റെ പ്രോഗ്രാം 20 മിനിറ്റിൻ്റെ പരിപാടിയാണ്. ഒരാൾക്ക് 140 രൂപ. വേർത്താണ്, മീൻസ് പിള്ളേരെല്ലാം കൊണ്ട് വന്ന് കാണാനും നമുക്ക് കാണാനും നല്ല രസമാണ്. നമ്മളെ കോഴിക്കോട് പ്ലാനറ്റോറിയം, കോഴിക്കോടുണ്ടോയെന്ന് അറിയില്ല, ട്രിവാൻഡ്രം പ്ലാനറ്റോറിയം ഇല്ലേ, ആ ഒരു തന്നെയാണ്. പക്ഷേ ഇവിടെ 20 മിനിറ്റ് 140 രൂപ ഒരാൾ. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ലഞ്ച് കഴിക്കാം, എന്നിട്ട് വിക്ടോറിയ മെമ്മോറിയലിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ മറ്റേ ബിർളയിലില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ സാധനം ഓണാക്കിയിട്ട് ഞാൻ കടിച്ചുതരാം. വെള്ളച്ചാട്ടത്തിന് വന്ന ഫൗണ്ടെയിൻ കൊള്ളാല്ലേ. കുറച്ച് പുളിയെല്ലാം പീഞ്ഞ് വയ്ക്കാതെ തോന്നുന്നു, അങ്ങനത്തെ ടേസ്റ്റ്. മീൻസൊരു മസാലയൊന്നുമില്ല, ഒരു നാരങ്ങ പിയ്യാൻ ഇങ്ങനെ തോന്നുന്ന ടൈപ്പ് വരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മെനുവിൽ നോക്കിയിട്ട് ഒന്നും കൂടി അല്ല ഞാനിവിടെ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഇപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് പോവാണ്. ആ ഫിഷ് ഐറ്റത്തിൻ്റെ പേര് ഫിഷ് പട്ടൂരി. ഒരു വികാരമില്ലാത്തൊരു കറി, വെറൈറ്റി പേര് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഉപ്പും പുളിയൊന്നുമില്ല, എന്തോ ഒരു വൈറ്റ് ക്രീമിലിട്ടിട്ട് ഇതാക്കിയതാണ്. നിങ്ങൾ ആരെങ്കിലും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എനിക്ക് അത്ര ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ എക്സ്ട്രാ തൈര് ഒഴിച്ച്, എനിക്കിത് ഫുഡ് ഇറങ്ങണ്ടേ, തൈര് ഒഴിച്ച് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് പോവുകയാണ്. ആ ദൂരം കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഞാൻ പറഞ്ഞ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. അവിടെ എൻട്രി ഫീ ഉണ്ട്, ജസ്റ്റ് 20 rupees ഫോർ 1 person. ഫോറിനേഴ്സിന് വേറെ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ചുറ്റും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് ഇങ്ങനെ പാർക്ക് ആയിട്ട് ഇങ്ങനെ പച്ചപ്പരവതാന വിരിച്ച പോലത്തെ സ്ഥലം, നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്.
അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മൊണ്യൂമെന്റ് വൈറ്റ് മാർബിളിൽ ഉണ്ടാക്കിയതാണ്. ക്വീൻ വിക്ടോറിയന്റെ ഓർമ്മക്കായിട്ട് പണിത ഒരു മൊണ്യൂമെന്റ് ആണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. ഇത് ആക്ച്വലി ഒരു മ്യൂസിയം ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയം ആണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. ആക്ച്വലി നമ്മൾ കുറച്ച് വൈകുന്നേരമാണ് വന്നത്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട്, പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിൽ എത്ര ഉണ്ട് അലൗഡ് ആണെന്നുള്ളത് എനിക്ക് വലിയൊരു വൃത്തമില്ല. പിന്നെ ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് ഞങ്ങൾ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ കൽക്കട്ടേൻ്റെ വിക്ടോറിയ മെമ്മോറിയൽ പാർക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൽക്കട്ടയിലുള്ള ലാസ്റ്റ് ഡേ ആണ്. നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരത്തെ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈൻഡപ്പ് വീഡിയോ ഇന്ന് എടുക്കാമെന്ന്. സോ കൽക്കട്ട എനിക്കിഷ്ടമായി. കുറേ എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. ഭയങ്കര ലൈഫുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്തൊക്കെയുള്ള. പിന്നെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്, അതും ഒരു പ്രത്യേകതയാണ്. ഫുഡ് എനിക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഫുഡ് കുറച്ച് സീനാണ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഒന്നും എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, വയറിന് പ്രശ്നമാവും. ബട്ട് സ്റ്റിൽ കുറേ സ്ഥലങ്ങൾ കണ്ടു. കൽക്കട്ട ഒരു നല്ലൊരു മെമ്മറിയാണ്. എൻ്റെ ഈ വീഡിയോസ് 2 വീഡിയോ ഉണ്ടാവും. അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് പോകാൻ തോന്നിയെങ്കിൽ പോയി വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഓൾറെഡി കൽക്കട്ട കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.